കാപ്സുൾ പുത്തൻ കുട്ടിക്കുപ്പായത്തിന്റെ ഉത്സവാഘോഷ രാവിലേക്ക് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. 18 മിടുക്കരായ പാട്ടുകാരുമായി ആരംഭിച്ച പുത്തൻ കുട്ടിക്കുപ്പായം വാശിയേറിയ നിരവധി റൗണ്ടുകൾ പിന്നിട്ട് ഇന്ന് ഏറ്റവും മികച്ച 10 ഗായകരുമായി ഈ വേദിയിൽ മാറ്റുരയ്ക്കുകയാണ്. യാസീൻ, ഷറഫിയ ഫാത്തിമ, റിനാദ്, അസ്ലഹ്, റൈഹാന മുത്തു, ഫിസ്ര അമ്രിൻ, റസീൻ, ഷഹാന, ഹിഷാം, ഫാത്തിമ, ഹിബ എന്നിവരാണ് ക്വാർട്ടർ ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട 10 ഗായകരുടെ പാട്ട് മത്സരവേദിയിലേക്ക് കാപ്സുൾ പുത്തൻ കുട്ടിക്കുപ്പായം ക്വാർട്ടർ ഫൈനലിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും പുത്തൻ കുട്ടിക്കുപ്പായത്തിലെ ക്വാർട്ടർ ഫിനാലെ മത്സരങ്ങൾ എല്ലാവരും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മളിവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തീർച്ചയായിട്ടും നമുക്കൊരു ജഡ്ജ്മെൻറ്റ് പാനലുണ്ട്. ആ പാനൽ 3 പേരെയും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഓരോരുത്തരെയും സ്നേഹപൂർവ്വം തന്നെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗവേഷകൻ നമ്മുടെ ഏറ്റവും പ്രിയങ്കനായ ഫൈസൽ എലൈറ്റിൽ ഒരു വലിയ കേടോടുകൂടി തന്നെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം തന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു വലിയ കൈയ്യടി തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന അറിയുന്നൊരു വ്യക്തിത്വമാണ്. അപ്പോൾ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ജഡ്ജിങ് പാനൽ എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഞങ്ങളോടൊപ്പം ഉള്ളതാണ്. അപ്പോൾ എന്താണ് പറയുക? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. മാപ്പിളപ്പാട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമഫോൺ റെക്കോർഡുകളിലൂടെ, അതുപോലെ അതിനു മുമ്പ് പാടിപ്പറയലിലൂടെ കുറേ കാലത്തിന് ശേഷം കാസറ്റുകൾ വന്നു. ഇപ്പോൾ വിഷ്വൽ മീഡിയയിൽ സജീവമായ റിയാലിറ്റി ഷോകൾ, അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ ചാനലുള്ള കാലഘട്ടമാണിത്. ഇതൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ നന്മയാണ്, ജനകീയതയാണ് മുന്നോട്ട് വെക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. മറ്റ് റിയാലിറ്റി ഷോകളെ പോലെ തന്നെ പുത്തൻ കുട്ടിക്കുപ്പായം നമുക്കറിയാം, നല്ല കുട്ടികളാണ് ഈ ഒരു മത്സരത്തിലുള്ളത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് അവരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. നമുക്കറിയാം, ഇന്നത്തെ ഒരു ദിവസം ക്വാർട്ടർ ഫൈനലിൽ ഇവിടെ മത്സരിക്കുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നല്ല ഒരു മത്സര പരിപാടിയായി ഈ ചമ്മാട്ട് ഇത് മാറണം. എല്ലാവർക്കും ആശംസകൾ. നമസ്കാരം. താങ്ക് യു സോ മച്ച്. സ്നേഹപൂർവ്വം ഒരു വലിയ കേടോട് കൂടി തന്നെ അദ്ദേഹത്തെ ജഡ്ജിങ് പാനലിലേക്ക് ക്ഷണിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾ നമുക്കൊന്ന് പുറകിലേക്ക് പോകാം. 95-ലെ ഒരു പത്രത്തിൻ്റെ തലക്കെട്ട് തീർച്ചയായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നു. രഹനയുടെ സ്വരം, പ്രകൃതിയുടെ സംഗീതം. നമുക്കെല്ലാവർക്കും അറിയാം, എത്രയോ വർഷങ്ങളായിട്ട് സംഗീത ലോകത്തിൽ, പ്രത്യേകിച്ച് മാപ്പിള പാട്ടിൻ്റെ ലോകത്തിൽ എന്നും നമ്മുടെ മാപ്പിളപ്പാട്ടിൻ്റെ മുഞ്ചുള്ള രാജകുമാരിയാണ്. സ്നേഹപൂർവ്വം തന്നെ ഒരു വലിയ കൈയോട് കൂടി തന്നെ നമ്മുടെ സ്വന്തം രഹനത്തെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജഡ്ജിങ് പാനലിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കൈയോട് കൂടി തന്നെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ കയ്യടിയൊന്നും പോരാ, വലിയ കയ്യടികൾ എന്ന് പറയുമ്പോൾ അത് അത്രമാത്രം വേണം. എത്രയോ 95 ഞാൻ ഓർമ്മപ്പെടുത്തിയത്. എത്രയോ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 30 വർഷം 30 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും തീർച്ചയായിട്ടും. എന്താണ് പറയാൻ? ഒരുപാട് സന്തോഷം. നേരത്തെ ഇവിടെ ഇരുന്ന എല്ലാം വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. അതുപോലെ തന്നെ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഈ ഒരു കോമ്പറ്റീഷൻ്റെ, ആ മത്സരത്തിൻ്റെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ സംസാരമൊന്നും ഒട്ടും ഒരു പ്രസക്തിയല്ല. അപ്പോൾ എന്തായാലും നല്ല 10 മിടുക്കരാണ് അവർ. നന്നായിട്ട് പാടുന്ന മക്കളാണ്. അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാ ആശംസകളും. ആശംസ മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഓരോ കുട്ടികൾ വരുമ്പോൾ അവർക്ക് നല്ല നിങ്ങളെ ഈ ഒരു എനർജി പോരാ. ഞാൻ ഇങ്ങോട്ട് വന്ന കയ്യടിയല്ല അവർക്ക്. ഒന്ന് നന്നായിട്ടൊന്ന് കയ്യടിച്ചേ. മറ്റേ ഓരോ കുട്ടികൾക്കും ഈ കൈയടി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ചവരുണ്ട്. അതിൽ തന്നെ മില്ലേനിയം, അതുപോലെ തന്നെ നമ്മുടെ സജി മില്ലേനിയം, പിന്നെ ഇവിടെ ഒത്തിരി വിശിഷ്ട വ്യക്തികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഷോ ഡയറക്ടർ ജ്യോതി, പിന്നെ ബാക്കിയെല്ലാവരും നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നെ നല്ലൊരു ഓർക്കസ്ട്ര, നമുക്കൊരു പ്രഗത്ഭരുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി ആവുമ്പം അതങ്ങോട്ട് അടിച്ചു പൊളിക്കും. ഇല്ലേ? അത് തന്നെ. താങ്ക് യു.
मकसद खुदा अल्लाहुम्मा सल्ली अला रसूलिना
താങ്ക് യു സോ മച്ച്. സ്നേഹത്തോടു കൂടി തന്നെ ഒരു വലിയ കീഴോട് കൂടി നമ്മുടെ ജഡ്ജിങ് പാനലിലേക്ക് ക്ഷണിക്കുകയാണ്. സ്നേഹപൂർവ്വം നമ്മളുടെ അടുത്ത ജഡ്ജിനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സിനിമാ പാട്ടുകൾ അല്ലെങ്കിൽ മലയാള സിനിമ പിന്നണി ഗാനലോകത്ത് മാത്രമല്ല, നേരത്തെ ജോച്ചേട്ടൻ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്തുകാരനാണ് എങ്കിലും നമ്മളുടെ മലബാറിൻ്റെ പുത്രനായി മാറിയ നമ്മുടെ സ്വന്തം അൻവർ സാദത്ത് ഒരു വലിയ കൈയോട് കൂടി തന്നെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം തന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജഡ്ജിങ് പാനലിലേക്ക് കൂടി സ്നേഹത്തോടു കൂടി തന്നെ ആ പ്രസന്നമായ മുഖത്ത് നമ്മൾ നല്ല കൈയടിയോടുകൂടി വേണം തീർച്ചയായിട്ടും ക്ഷണിക്കുവാനായിട്ട്. സ്നേഹപൂർവ്വം തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയോ പാട്ടുകൾ തീർച്ചയായിട്ടും ഈ ശബ്ദത്തിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ്. പക്ഷേ നമ്മുടെ ഈ മിടുക്കന്മാരോടൊപ്പമൊക്കെ കുറച്ച് നാളുകളായിട്ട് ഒരു വേദി മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? അതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ പാട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആവാം. എന്താണ് പറയുക? യെസ്, ഏതായാലും പുത്തൻ കുട്ടി കുപ്പായത്തിൽ അവസാനമായിട്ട് വന്ന പ്രിയപ്പെട്ട 10 ചങ്കുകളായിട്ടുള്ള കുട്ടികളെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യട്ടെ. കുട്ടികൾക്ക് വളരെ ഭംഗിയായി വളരെ നല്ല രീതിയിൽ പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ 3 ജഡ്ജസിനെയും ആശയക്കുഴപ്പത്തിലാക്കാൻ കുട്ടികൾക്ക് കഴിയട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ്. അത്രയ്ക്കും മനോഹരമായിട്ട് ഈ കുട്ടികൾക്ക് പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നത്. അതുപോലെ പ്രിയപ്പെട്ട ചങ്ക് ബ്രോ, പ്രിയപ്പെട്ട സജി, പ്രിയപ്പെട്ട ജ്യോതി ചേട്ടൻ, പ്രിയപ്പെട്ട ബാബുക്ക, എല്ലാ വലിയ വിശിഷ്ട വ്യക്തികൾ ഈ വേദിയിലുണ്ട്. വലിയ സന്തോഷം. ഈ എന്താ പറയുക, പ്രതികൂലമായ കാലാവസ്ഥയിലും ഇവിടെ എത്തിച്ചേർന്ന ചങ്കുകളായിട്ടുള്ള എല്ലാ നല്ല ശ്രോതാക്കൾക്കും എല്ലാ നല്ല പ്രേക്ഷകരെയും ഈ നല്ല ഒരു എന്താ പറയുക ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. പാടട്ടെ, ഒരു ചെറിയൊരു സ്പീഡ് പോട്ടെ. ഇത് നന്നായിട്ട് കൈയടിച്ചേ പ്ലീസ്. ഇതൊന്നും പോരാ. ചെമ്മാട് വന്നിട്ട് ഇങ്ങനെയൊന്നും അല്ല എൻ്റെ ചെമ്മാട് ഇങ്ങനെ അല്ല. മുമ്പൊക്കെ പണ്ട് കാലത്തൊക്കെ വരുന്ന ചെമ്മാട് ഇതല്ല. അപ്പം പരമാവധി നല്ലൊരു ബ്ലാസ്റ്റിംഗ് ആയിട്ടൊരു കൈയടി ഇപ്പം ഒന്നുകൂടെ ഒന്ന് തരണം. യെസ്, ഉള്ള ആളുകൾ എല്ലാം ചങ്കുകളായിട്ട് തന്നെ നിൽക്കട്ടെ. പാട്ടിലേക്ക് കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയില് കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലില് വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നില് വച്ചാലോ മാറും നമ്മുടെ മോറ്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയില് കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലില് വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നില് വച്ചാലോ മാറും നമ്മുടെ മോറ്. കുളങ്ങര എമ്പ്രാന്റെ കടയില് തുമ്പപ്പൂ പോലുള്ള ചോറ്, കൂട്ടാൻ എമ്പ്രാത്തി വച്ച സാമ്പാറ്. അമ്പലക്കുളങ്ങര എമ്പ്രാന്റെ കടയില് തുമ്പപ്പൂ പോലുള്ള ചോറ്, കൂട്ടാൻ എമ്പ്രാത്തി വച്ച സാമ്പാറ്. കൊല്ലത്തുള്ളൊരു ചിന്ന കടയിലെ പുള്ളിക്കാരൻ പുള്ളച്ചന്റെ അവിയൽ പൊരിയൽ തീയൽ കണ്ട കോള്, വായിൽ ആവിക്കപ്പൽ മൂളി വരുന്നൊരു ചേര്. കൊല്ലത്തുള്ളൊരു ചിന്ന കടയിലെ പുള്ളിക്കാരൻ പുള്ളച്ചന്റെ അവിയൽ പൊരിയൽ തീയൽ കണ്ട കോള്, വായിൽ ആവിക്കപ്പൽ മൂളി വരുന്നൊരു ചേര്. കോഴിക്കോട്ടങ്ങാടിയില് കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയില് കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. പട്ടര് കുട്ടി അരച്ചൊരു ചട്ടിണി കട്ടിപരുത്തൊരു ദോശ കൂട്ടി പണ്ടനിക്ക് കൊണ്ട് തന്ന് പോറ്റി, അങ്ങനെ 12 ദോശ എന്നെ തീറ്റി.
കത്തി അരച്ചൊരു ചട്ടിനി കട്ടിപരുത്തൊരു ദോശയും കുട്ടി പണ്ടെനിക്ക് കൊണ്ട് തന്ന് പോറ്റി. അങ്ങനെ 12 ദോശയും എന്നെ തീറ്റി. മജ 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 കോഴിക്കോട്ടങ്ങാടിയില്, കോഴിക്കോട്ടങ്ങാടിയില്, കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കന്റെ കടയില് കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലില് വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നില് പച്ചാലോ മാറും നമ്മുടെ മോര്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയില് കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലില് വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നില് പച്ചാലോ മാറും നമ്മുടെ മോര്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയില് കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലുള്ള കൊച്ചിക്കാന്റെ ഹോട്ടലില് വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നില് പച്ചാലോ മാറും നമ്മുടെ മോര്. ഹാപ്പിയാണോ? ഒന്ന് ഉഷാറായില്ലേ? ഇനി ബാക്കി നമ്മുടെ കുട്ടികൾ ഇതിൻ്റെ ഒരു 10 ഇരട്ടി ഉഷാറാക്കും. ഓക്കെ, പോട്ടെ, സീറ്റിലോട്ട് പോട്ടെ, പോട്ടെ. അപ്പോൾ നല്ലൊരു കൈഡിയോട് കൂടി ആവാം. നമുക്ക് സ്നേഹപൂർവ്വം നിന്ന് ജഡ്ജിങ് പാനലിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ജഡ്ജസ് 3 പേര് അവിടെ എത്തിയിട്ടുണ്ട്. പുത്തൻ കുട്ടിക്കുപ്പായത്തിൻ്റെ ആദ്യത്തെ കണ്ടസ്റ്റൻറ്റിനെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോകും. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് 2 റൗണ്ടുകളാണുള്ളത്. ഒന്ന് മെഡ്ലി റൗണ്ടും അതിനോടൊപ്പം തന്നെ ഡ്യുവറ്റ് റൗണ്ടും. ആദ്യത്തെ ആളെ ക്ഷണിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി തന്നെ സ്നേഹപൂർവ്വം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ സ്വന്തം റിനാദ്. ഒരു വലിയ കൈയ്യടിയോട് കൂടി തന്നെ റിനാദിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം തന്നെ ക്ഷണിക്കുകയാണ്. നിറഞ്ഞ കയ്യടികൾ വേണം. ഈ ഒരു വേദി മാറ്റുരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിലെ ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് ആണ്. ഹലോ റിനാദ്, വളരെ പ്രസരിപ്പോടു കൂടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏത് പാട്ടാണ്, ആരുടെ പാട്ടാണ് പാടാൻ വേണ്ടി പോകുന്നത്? മെഡലി സോങ്. ഏത്, ആരുടെ പാട്ടാണ്? പേർക്കാണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ഫൈസൽ മാഷ് തീർച്ചയായിട്ടും നമുക്കറിയാം 45ൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിലും ഒരുപാട് സംഭാവനകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ് പീർ മുഹമ്മദ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം. അവിടെ ഭയങ്കര ഡിസ്കഷനിലാണ്. നമുക്ക് പീർ മുഹമ്മദിനെ കുറിച്ച് 2 വാക്ക്, അത്രയും പ്രശസ്തനായ, ഇത്രയേറെ സംഭാവനകൾ നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് പാടാൻ വേണ്ടി പോകുന്നത്. എന്താണ് പറയാനുള്ളത്? പീർക്കയെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പീർക്കയുടെ ആഘോഷങ്ങളുടെ പാട്ടുകാരെന്ന് പറയാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ കല്യാണ പാട്ടുകൾ പാടിയത് പീർക്കയാണ്. ജനകീയമായ പാട്ടുകൾ, ഇപ്പോൾ ഏതൊരു പ്രോഗ്രാം നടക്കുകയാണെങ്കിലും, ഇപ്പോൾ റിനാദ് ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിലും പീർക്കയുടെ ഒരു പാട്ട് ഇവിടെ പാടിയിരിക്കും. കാരണം കേരളത്തിൽ നടക്കുന്ന മാപ്പിളപ്പാട്ട് ലോകത്ത് നടക്കുന്ന ഏത് വേദികളിലും പീർക്കയുടെ ഒരു പാട്ടുണ്ടാവും. അത്രക്ക് ജനകീയനായ പാട്ടുകാരനാണ് പീർക്ക. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഡുയറ്റ് സോങ്സ് പാടിയത് പീർക്കയാണ്. നമുക്കറിയാം, മാപ്പിളപ്പാട്ടിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വം. തലശ്ശേരിയിൽ നിന്ന് കല്യാണപ്പാട്ടുകളിൽ പാടിയ പാട്ടുകൾ പിന്നീട് ഗ്രാമഫോൺ റെക്കോർഡ് ചെയ്യപ്പെട്ടു, നമ്മൾ ആഘോഷിക്കപ്പെടുന്നു. അങ്ങനെ കേരളത്തിലെ മാപ്പിളപ്പാട്ടോട് ചേർത്ത് വെച്ചൊരു പേരാണ് പീർക്ക. അതുകൊണ്ട് തന്നെ പീർക്കയുടെ ഒരു മെഡ്ലി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. ഏതായാലും റിനാദ് നന്നായിട്ട് പാടട്ടെ. അപ്പോൾ റിനാദിന് കയ്യടിയോട് കൂടിയുള്ള ആശംസകൾ നമ്മൾ സ്നേഹപൂർവ്വം നൽകിക്കൊണ്ട് ഒരു വേദി ആരംഭിക്കുകയാണ്. റിനാദെ, ഓൾ ദ വെരി ബെസ്റ്റ് പ്ലീസ്.
താങ്ക് യു. പൊളിച്ചു, തകർത്തു. തീർച്ചയായിട്ടും അടിച്ചു പൊളിച്ചു അല്ലേ? ഒരു കയ്യടിയും കൂടി ഇങ്ങ് പോരട്ടെ. അത്ര ഗംഭീരമായ ഒരു കയ്യടി തന്നെ നൽകാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ജഡ്ജസൊക്കെ അത്രയേറെ ആഘോഷിച്ചു. അവരും നമ്മളോടൊപ്പം ഈ ഒരു വേദിയിലുണ്ടായിരുന്നു. ഒന്ന് ചിരിക്കേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി സ്നേഹപൂർവ്വം അടുത്ത കണ്ടസ്റ്റിലേക്ക് പോകാം പ്ലീസ്. അടുത്തതായിട്ട് ഈ ഒരു വേദിയിലേക്ക് വരുന്നത് നമുക്കൊരു ഡ്യുവറ്റ് സോങ് ആണ്. പാടുവാനായിട്ട് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട യാസീൻ ആൻഡ് ഷറഫിയ രണ്ടുപേരെയും സ്നേഹത്തോടു കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കുന്നത് ക്ഷണിക്കുകയാണ്. വളരെ ചിരിച്ചുകൊണ്ട് വേണം വരാൻ. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന അടുത്തൊരു ഡ്യുവറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു നല്ല കൈയ്യടി നൽകിക്കൊണ്ട് ഈ മിടുക്കനെയും മിടുക്കിയെയും ഇതാ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പെർഫോമൻസിലേക്ക്.
അഭിനയം ഒക്കെ ഒരുപാട് ഇഷ്ടമായി. ഒരു കൈയടിയും കൂടി തന്നെ തീർച്ചയായിട്ടും 2 പേർക്കും നൽകാം. ഉഷാറായിട്ടുണ്ട്. ഇനി നമുക്കിനി കാത്തിരിക്കാം. സോ പ്ലീസ്